Hi friends, welcome back. Mid-range ഫോണുകൾ വരും. അതായത് 15000 രൂപ റേഞ്ചിലൊക്കെ നല്ല ഫോണുകൾ വരും. നല്ല AMOLED ഡിസ്പ്ലേ ഉണ്ടാവും. മറ്റ് പല ഘടകങ്ങളും അതിൽ കുറവായിരിക്കും. ചിലപ്പോൾ നല്ല പെർഫോമൻസ് ഉണ്ടാവും. മറ്റ് പല ഘടകങ്ങളും അതിൽ കുറവായിരിക്കും. ബട്ട് എല്ലാം കൊണ്ടും ഒരു നോർമൽ യൂസർ അല്ലെങ്കിൽ ഒരു കാഷ്വൽ യൂസർ പോയിട്ട് എടുക്കുമ്പോൾ എല്ലാ സംവിധാനങ്ങളും, അതായത് നല്ല ക്വാളിറ്റി ഒരു AMOLED ഡിസ്പ്ലേ, നല്ലൊരു സ്റ്റീരിയോ സ്പീക്കർ, കരിയർ അഗ്രിഗേഷൻ, അതായത് നെറ്റ്വർക്കിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുക, ഒരു നല്ല പ്രാക്ടിക്കൽ ഫോൺ എന്ന് പറയാം. Moto G52. ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം Moto G52 എന്ന ഫോണിൻ്റെ ബോക്സ്. ഒരു വ്യത്യസ്തമായ ഫോണാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫോൺ കാണാം. കേസിലിട്ട് വെച്ചിട്ടുണ്ട് ഫോൺ. കേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു നല്ല ഡീസൻറ്റ് ക്വാളിറ്റി കേസാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള നല്ലൊരു കേസ് മാറ്റി കഴിഞ്ഞാൽ ഫോൺ നിങ്ങൾക്ക് കാണാം. 7.9 mm മാത്രമാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. വെയിറ്റ് 169 ഗ്രാമാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയ, കംഫർട്ടബിളായ, ഒരു നല്ല പ്രീമിയം ലുക്കുള്ള ഒരു ഫോണാണ് Moto G52. കൂടുതൽ പറയാം അതിനു മുമ്പ് ബോക്സിൽ എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയ ബോക്സ് വരുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഡോക്യുമെൻസും അതേപോലെ തന്നെ സിം ടൂളും കാര്യങ്ങളും ഉണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. ചാർജർ ബോക്സിലുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. ബാറ്ററി ലൈഫിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല കേട്ടോ. ഞാൻ 2 ദിവസം യൂസ് ചെയ്ത് നോക്കി. നല്ല ബാറ്ററി ലൈഫുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. Type C കേബിളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്തുള്ളത്. ഈ ഒരു ഫോണിൽ IP52 വാട്ടർ റിപ്പലന്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പെട്ടെന്ന് കുറച്ച് വെള്ളമൊക്കെ തെറിച്ചാലും ഇതിനകത്തേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. സെക്യൂർഡ് ആണെന്ന് സാരം. പോസ്റ്റലൈൻ വൈറ്റ്, അതേപോലെ ചാർക്കോൾ ഗ്രേ തുടങ്ങിയ 2 കളറുകളിലാണ് ഇത് വരുന്നത്. പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഗൊറില്ല ഗ്ലാസ് 3യുടെ റേഞ്ചിൽ വരുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ്. സോ അത്യാവശ്യം സ്ട്രോങ് ആണ് ഇതിന്റെ ഡിസ്പ്ലേ എന്ന് സാരം. അതിൻ്റെ ഒപ്പം തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും ഉണ്ട്. ക്വാളിറ്റി ഞാൻ ഇപ്പം തന്നെ കേൾപ്പിച്ചു തരാം. എക്സലന്റ് ക്വാളിറ്റിയാണ്. അതായത് നല്ല ക്വാളിറ്റി സൗണ്ടാണ്. ഡോൾബി അറ്റ്മോസ് സൗണ്ടും കാര്യങ്ങളുണ്ട്. സ്നാപ്ഡ്രാഗൺ സൗണ്ടിൻ്റെ സപ്പോർട്ടുണ്ട്. ഓവറോൾ ഗുഡ് ക്വാളിറ്റി സ്റ്റീരിയോ സ്പീക്കറാണ് ഈ ഫോണിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഡുവൽ നോയ്സ് ക്യാൻസലേഷൻ സെറ്റപ്പും കാര്യങ്ങളുണ്ട്. NFC വരുന്നുണ്ട്. FM റേഡിയോ വരുന്നുണ്ട്. സോ ഓവറോൾ ഈ ഫോണിൽ ഒരു നോർമലി ഒരു മിഡ് റേഞ്ച് ഫോണിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള ഘടകങ്ങളും ഇതിനകത്ത് മോട്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. മെയിൻ മൈക്രോഫോൺ, Type C പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. വോളിയം ബട്ടണുകളും കാണാം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡ് എന്ന രീതിയിൽ ഉപയോഗിക്കാം. മുകളിൽ ഒരു സ്പീക്കർ ഗില്ലും നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും കാണാം. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. മെയിൻ ക്യാമറ 50 മെഗാപിക്സലാണ് വരുന്നത്. 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ പ്ലസ് ഡെപ്ത് സെൻസർ, അതൊരു ഡുവൽ സെൻസറാണ്. 2 മെഗാപിക്സലിൻ്റെ മാക്രോ സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയുണ്ട്. ഡിസ്പ്ലേ 6.6 ഇഞ്ചാണ്. സോ ഇങ്ങനെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവർവ്യൂ. ഇതിന് ഡിസ്പ്ലേക്ക് മുണ്ട് പ്രത്യേകത POLED ഡിസ്പ്ലേ ആണ്. നോർമലി നമ്മൾ GOLED, ഗ്ലാസ് OLED ഡിസ്പ്ലേകളാണ് ഇവിടെ കാണുന്നത്. POLED ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഇത് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ കാണപ്പെടുന്ന തരത്തിലുള്ളൊരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. സോ അങ്ങനെ ഒരു ഡിസ്പ്ലേ സെറ്റപ്പും ഈ ഒരു മിഡ് റേഞ്ചിലേക്ക് മോട്ടോ കൊണ്ടുവരികയാണ്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളുണ്ട്. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്, DC ഡിമ്മിങ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്ലിമ്മായ ബസലുകളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ എഡ്ജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സൈഡൊക്കെ നോക്കിയാൽ വളരെ സ്ലിമ്മാണ്. ഈ റേഞ്ചിലെ പല ഫോണുകളിലും നമുക്ക് ഇത്തിരി തിക്കായ ബസലുകളാണ് കാണുക. മോട്ടോയുടെ തന്നെ മുമ്പത്തെ ഫോണുകൾ നോക്കിയാലും തിക്കായ ബസലുകളാണ്. ബട്ട് ഇത് വളരെ തിന്നായ, സ്ലിമ്മായ ബസലുകളുള്ള ഒരു ബോർഡർലെസ് ഫോൺ എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള ഒരു ഫോണാണ് Moto G52. സോ ഒരു നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ, വൈഡ് ബൈ L1 സർട്ടിഫിക്കേഷൻ അടക്കം നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഫോണിൽ. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ്, നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്. 1 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 680 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. ഒരു വലിയ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ എന്ന രീതിയിൽ, അതായത് ഗെയിമിംഗ് ഫോൺ എന്ന രീതിയിലല്ല ഈ ഫോൺ വരുന്നത്. ഒരു പ്രാക്ടിക്കൽ ഫോൺ. ഈ റേഞ്ചിലൊരു ഫോൺ എടുക്കുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന ഒരു നല്ല ഫോൺ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഈ ഒരു പ്രൊസസ്സർ ഈ ഒരു 15000 രൂപ റേഞ്ചിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു പെർഫോമൻസ് തരുന്നൊരു പ്രൊസസ്സറായിട്ട് തോന്നില്ല. തീർച്ചയായിട്ടും അത് അങ്ങനെയല്ലെന്ന് നമുക്കറിയാം. ബട്ട് കാഷ്വൽ യൂസിന് യാതൊരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് വളരെ നീറ്റായിട്ട് സ്മൂത്ത് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്തും കാര്യങ്ങളൊന്നും അധികം വരുന്നില്ല. വളരെ നീറ്റായ ഒരു ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. 4GB RAM, 6GB RAM അങ്ങനെ 2 RAM ഓപ്ഷനുകളുണ്ട്. 64GB, 128GB സ്റ്റോറേജുകളും വരുന്നുണ്ട്.
LPDDR4X റാമും UMCP സ്റ്റോറേജും വരുന്നുണ്ട്. 1 TB വരെ നിങ്ങൾക്ക് ഇതിൻ്റെ മെമ്മറി അതായത് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാം ഈ ഹൈബ്രിഡ് സിം സ്ലോട്ട് വഴി. പിന്നെ പതിവുള്ള തിങ്ക് ഷീൽഡ് സെക്യൂരിറ്റി പോലുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അത്യാവശ്യം ചെറുകിട ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കളിക്കാം. ഈ രീതിയിലുള്ള സ്മൂത്തായ ഗെയിം പ്ലേ ഇതിനകത്ത് കിട്ടും. BGMI പോലുള്ള ഗെയിമുകൾ ഇട്ട് കളിക്കാൻ നോക്കിയാൽ വളരെ ചെറിയ രീതിയിലുള്ള ഒരു സെറ്റപ്പിലാണ് നമുക്ക് കളിക്കാൻ സാധിക്കുള്ളൂ. ബട്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഗെയിമിംഗ് സെൻട്രിക് ഫോണല്ല, ഒരു കാഷ്വൽ യൂസിന് പറ്റിയ ഒരു നല്ല ഫോണാണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. അതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ ഫാസ്റ്റായ വളരെ സ്മൂത്തായ ഒരു ഡീസൻറ്റ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സൈഡ് മൗണ്ടഡ് ആണ്. ഫേസ് അൺലോക്കും വളരെ ഡീസൻ്റ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും അവിടെയും വരുന്നില്ല. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്വാളിറ്റി കണ്ടു നോക്കാം. മെയിൻ ക്യാമറയുടെ ഇമേജ് സാമ്പിളുകളാണ് കാണുന്നത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്കിത് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. മോട്ടോ ക്യാമറയുടെ കാര്യത്തിൽ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയി വരുന്നത് നമുക്ക് കാണാം. എന്തായാലും ഈ രീതിയിലുള്ള ഇമേജുകൾ നമുക്ക് മെയിൻ ക്യാമറ തരുന്നുണ്ട്. പോർട്രേറ്റ് ഇമേജുകളും എല്ലാം നിങ്ങൾക്ക് കാണാം. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കണ്ടു നോക്കാം. ഈ രീതിയിലുള്ള വിഷ്വൽ ക്വാളിറ്റിയാണ് നമുക്ക് ഇതിൽ വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്നത്. നല്ല ഡീസൻ്റ് ആയ ഒരു ക്വാളിറ്റി ആണോ അതോ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. സെൽഫി ക്യാമറ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറ ഇമേജുകൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണോ? അതേപോലെ സെൽഫി വീഡിയോ ക്വാളിറ്റിയും കാണാം. സോ ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ്. ക്യാമറയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. എല്ലാ സുഹൃത്തുക്കളും കമൻറ്റ് കൂടി നോക്കുക. എല്ലാവരുടെ അഭിപ്രായവും അറിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യുക. ക്യാമറ ടു API ലെവൽ 3 തന്നെ വരുന്നുണ്ട്. വൈഡ് ബൈ L1 സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. സാർ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് സാർ വാല്യൂ 1.05 ആണ്. ബോഡി സാർ വാല്യൂ 1.29 ആണ്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കാഷ്വൽ യൂസർ ആണെങ്കിൽ, നിങ്ങൾ മോട്ടോ പോലൊരു നല്ല ബ്രാൻഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ പ്രൈസിൽ മോട്ടോ ഇറക്കിയതിൽ വെച്ച് ഏറ്റവും പ്രാക്ടിക്കലായ ഒരു നല്ല ഫോണായിട്ട് നമുക്ക് മോട്ടോ G52 വിലയിരുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായമാണ് പ്രധാനം. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പ്രൈസ് 4GB റാം 64GB സ്റ്റോറേജിന് 13,499 രൂപയ്ക്ക് ഓഫർ അടക്കം നിങ്ങൾക്ക് കിട്ടും. 14,499 രൂപയാണ് ആക്ച്വൽ പ്രൈസ്. 6GB റാം 128GB സ്റ്റോറേജിൻ്റെ ആക്ച്വൽ പ്രൈസ് 16,499 രൂപയാണ്. ഓഫറിൽ നിങ്ങൾക്കത് 15,499 രൂപയ്ക്ക് കിട്ടും. സോ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത്രയുമാണ് മോട്ടോ G52 എന്ന ഫോണിനെ കുറിച്ചുള്ള ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ. കൊള്ളാം, ഒരു നല്ല പ്രാക്ടിക്കൽ ഫോൺ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.